ഞാൻ പറഞ്ഞ 6 മാസത്തേക്കാണ് നിങ്ങൾ കടലിനടിയിലേക്ക് പോകുന്നത്. അളിയ 6 മാസം ഞാൻ കടലിനടി. അല്ല സാറേ ഞാൻ സംശയിച്ചു. ശോഭയായിട്ട് വഴക്കിട്ട സമയത്ത് നീ വന്ന് അവളുടെ അടുത്ത് പറഞ്ഞ എന്തോയിരുന്നു? അല്ല ഞാൻ ഓർമ്മയില്ല. ഞാൻ എവനെ നിനക്ക് വേണ്ടെങ്കിൽ ശോഭ നീ അവനെ കടലിൽ കൊണ്ട് കളയെന്ന് പറഞ്ഞില്ലേ? അല്ല അതല്ല, അത് മനസ്സിൽ വെച്ചോണ്ട് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. പണി അളിയ ഞാൻ അങ്ങനെ ചെയ്യൂളിയാ. അല്ല സാറേ ഞാനൊരു കാര്യം ചോദിച്ചോളൂ സാറേ, ഈ 6 മാസം എന്റെ അളിയൻ കടലിൽ കിടക്കണം. അപ്പൊ എന്റെ പെങ്ങക്കും മക്കൾക്കും കാണണമെങ്കിലേ ചൂണ്ടയിട്ട് എടുക്കണോ അതോ വലയിട്ട് എടുക്കണോ? അതെന്തൊരു വർത്താനമാണ് പറയണത്? അല്ല പിന്നെ അളിയനാണ് ഭയങ്കര ഫണ്ണിയാണല്ലേ. അല്ല ഞാൻ പറയട്ടെ, ഇത് സംഭവം വേറൊന്നുമല്ല. ഈ ടണല് നമ്മൾ നേരെ ഈ വൈപ്പിനിന്ന് അങ്ങോട്ട് പണിയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ടണൽ അടുത്ത ടണലുമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ വേണ്ടത്. ഒരു ടണൽ അടുത്ത ടണലുമായിട്ട് ഫിറ്റ് ചെയ്യാം. അളിയനറിയാലോ, ചെടി നനയ്ക്കുമ്പോ പൈപ്പ് ഊരി പോയി കഴിഞ്ഞാൽ അതുപോലെ കണക്കി അറിഞ്ഞു. പൈസ കിട്ടുന്ന കേസറിഞ്ഞിട്ടല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സോമൻ, വളരെ വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വലിയൊരു പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ. അതായത് ഈ കടലിനടിയിൽ നിന്നും എത്ര മൈൽ, ഏകദേശം ഒരു 18 മൈലോളം വരും. മനസ്സിലായോ? ഈ മൈൽ എന്താണെന്ന് മനസ്സിലായോ? 1 മൈലിനെ മനസ്സിലായി, ബാക്കിയുള്ള മൈലിനെ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ.